നേരിമംഗലം പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 2027 മാർച്ച് വരെ നിർമ്മാണ കമ്പനിക്ക് കരാർ കാലാവധി ഉണ്ടെങ്കിലും ഓഗസ്റ്റ് അവസാനത്തോടെ പൂർത്തിയാക്കുന്ന രീതിയിലാണ് നിർമ്മാണത്തിന്റെ പുരോഗതി. ഇതോടെ നിലവിൽ നേരിടുന്ന ഗതാഗത പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ചരിത്രത്തിൽ ഇടം പിടിച്ച പാലങ്ങളിലൊന്നാണ് നേരിമംഗലം പാലം. പെരിയാർ നദി കടന്ന് ഹൈറേഞ്ചിലേക്കെത്താനുള്ള കവാടം എന്നു തന്നെ വിശേഷിപ്പിക്കാം. എന്നാൽ കാലത്തിന്റെ ഒഴുക്കും വാഹനങ്ങളുടെ തിരക്കും ശക്തമായപ്പോൾ പുതിയൊരു പാലം ഇതിനൊപ്പം വേണമെന്ന ആവശ്യം ഉയർന്നു. പുതിയ പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഉരുക്കുനിർമ്മിത കമാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാലമാണ് ഇത്. നിർമ്മാണത്തിന്റെ പുരോഗതി പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. പഴയ പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം. 42 മീറ്റർ നീളമുള്ള 5 സ്പാനുകളാണ് പാലത്തിനുള്ളത്. 214 മീറ്ററാണ് പാലത്തിന്റെ ആകെ നീളം. 13 മീറ്ററാണ് ആകെ വീതി. 8 മീറ്റർ വീതി വാഹനങ്ങൾക്കും ബാക്കി കാൽനടയാത്രക്കാർക്കുള്ള നടപ്പാതയ്ക്കും എന്ന രീതിയിലാണ് നിർമ്മാണം. 3 കമാനങ്ങൾ കൂടി ഘടിപ്പിക്കാൻ ഇനി ബാക്കിയുണ്ട്. വരും ദിവസങ്ങളിൽ അവശേഷിക്കുന്ന സ്പാനുകളുടെ നിർമ്മാണവും പൂർത്തിയാക്കും. പാലത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉരുക്കുപാളികൾക്ക് മുകളിൽ കോൺക്രീറ്റിംഗ് ജോലികൾ കൂടി പൂർത്തിയായാൽ പിന്നെ അന്തിമഘട്ട ജോലികൾ മാത്രമാവും ബാക്കിയാവുക. 2027 മാർച്ച് വരെ നിർമ്മാണ കമ്പനിക്ക് കരാർ കാലാവധി ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും ഓഗസ്റ്റോടെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാകും വിധമാണ് നിർമ്മാണത്തിലെ പുരോഗതി. 2027 മാർച്ച് മാസത്തോടു കൂടിയാണ് ഇതിന്റെ കംപ്ലീഷൻ പീരീഡ് വരുന്നത് തന്നെ. പക്ഷേ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നും പാലം നിർമ്മാണത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു 3-4 മാസങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള ഈ ബോസ്ട്രിങ് ആർച്ച് അത് ലോഞ്ച് ചെയ്യുന്ന ആ ഒരു സംവിധാനം ജൂൺ മാസത്തോടു കൂടി തന്നെ പൂർത്തീകരിക്കണം എന്നുള്ള നിലയിലാണ്. തുടർന്നുള്ള 2 മാസം കൊണ്ട് കോൺക്രീറ്റ് വർക്കുകൾ പൂർണ്ണതോതിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഈ താഴെ പ്രതലം എന്ന് പറയുന്നത് സ്റ്റീല് ഉറപ്പിച്ചിരിക്കുന്നു. ആ സ്റ്റീലിന് മേലെ നല്ല കട്ടിയിലുള്ള കോൺക്രീറ്റ് പാളികൾ വരികയാണ്. അതിനെ തുടർന്ന് ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് കടക്കും. അപ്പോൾ ഏതായാലും 2-3 മാസം കൊണ്ട് പൂർണ്ണതോതിൽ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് സഞ്ചാരയോഗ്യമാക്കി ഒരു കുറച്ച് നാളുകൾ കൂടി എടുത്ത് 6 മാസം കൊണ്ട് ഇതിൻ്റെ പരിപൂർണമായ തരത്തിലുള്ള സഞ്ചാരയോഗ്യമായ ഒരു പാതയായി ഈ നമ്മുടെ പാലം അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.